വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലൊരു സമരം നടക്കുന്നുണ്ട്. ഓണാവധിയൊക്കെ അല്ലേ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ വാപ്പച്ചി പറഞ്ഞു, എന്നാ ഒരുങ്ങിക്കോ, നമുക്കങ്ങ് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിതാ നമ്മൾ പുറപ്പെടാൻ കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാപ്പച്ചി പറഞ്ഞു, ഇതാ നമുക്ക് എത്താറായിന്നേ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഞെട്ടി. കാരണം ഞങ്ങളുടെ വീടിനടുത്ത് ഇത്രയും അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്കറിയുന്ന ഞങ്ങളുടെ നാട്ടിൽ എന്താണ് നമുക്കത്ര കാണാനായിട്ടുള്ളതെന്നാണ്. അപ്പോൾ വാപ്പച്ചി പറഞ്ഞത് ഒരുപാട് ദൂരെ പോയി ഒക്കെ കാണുന്നതിലും നല്ലത് ഞങ്ങളുടെ ചുറ്റിനും എന്തൊക്കെയുണ്ടെന്ന് അറിയുന്നതല്ലേ. നിങ്ങൾ കാണാത്ത മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ വീടിനടുത്തുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണേ. വാപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മനസ്സിലൊരു നിരാശ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു, ഇത്ര അടുത്ത് എന്ത് കാണാനാന്ന്. ബട്ട് ആ ഒരു നിരാശ അവിടെ എത്തുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും മനോഹരമായിരുന്നു. കാരണം ഭയങ്കര അഭിമാനമാണ് തോന്നിയത്. നമ്മുടെ നാട്ടിലാണല്ലോ ഇതെന്നുള്ളത്. ഇതൊക്കെ ഒരു ട്രെയിലറാണേ. ഇതിൻ്റെ മുകളിലോട്ട് അടിപൊളിയാണ്. വല്ലാത്തൊരു ആംബിയൻസ്, വല്ലാത്തൊരു വൈബ്, നല്ല ചെറിയ കാറ്റ്, അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഇതെന്തായാലും കണ്ടിട്ട് വരാം. ഇത് വൃന്ദാവൻ ഹിൽസിലേക്കുള്ള വഴിയുടെ ഒരു വശമാണ്. മറുവശത്ത് ബിൽഡിങ്ങുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇനി ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ അധികം താമസമൊന്നും ഇല്ല കേട്ടോ. എൻട്രി ഗേറ്റ് മുതൽ, അതായത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പല വർണ്ണങ്ങളിലുള്ള അടിപൊളി വർണ്ണവുമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. മനസ്സ് നിറയുന്നൊരു കാഴ്ച തന്നെയാണ്. സൈഡിലായിട്ട് കുറച്ച് സൂര്യകാന്തി ചെടികളും വെച്ചിട്ടുണ്ട്. അത് പൂത്ത് തുടങ്ങിയിട്ടില്ല, 1-2 പൂക്കളൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ കൊങ്ങിണി ചെടികളുടെ പല വർണ്ണങ്ങളിലുള്ള നിറയെ പൂത്ത് കിടപ്പുണ്ട്. കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, പല വർണ്ണങ്ങളാണ്, മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള, അങ്ങനെ ഒത്തിരി. ഇതേ അവസാനം നമ്മൾ എൻട്രി ഗേറ്റിലെത്തി. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ഒരിടം കേട്ടോ. ഇതുവരെ കണ്ടത് ട്രെയിലർ ആണെങ്കിൽ ഇനി കാണുന്നത് സിനിമയാണേ. കാരണം അത്രത്തോളം ഭംഗിയാണ്. എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റുമോയെന്നറിയില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി അതിൻ്റെ ഒരു കുഴപ്പമാണോ എന്നറിയില്ല. എന്ത് ഭംഗിയാണെന്നറിയോ. അത്രയും പൂക്കളുടെ ഇടയിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് വിശാലമായിട്ടുള്ള ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കാനുണ്ടല്ലോ, എത്ര രസമാണെന്നറിയോ. നമ്മുടെ കുട്ടാപ്പി നല്ല ഉറക്കമാണേ. അവിടെ എത്തിയപ്പോൾ ഉണർന്നു. ഐദൂസിനും പാത്തൂസിനും ആണെങ്കിൽ സ്വർഗം കിട്ടിയ പ്രതീതിയാണ്. ഐദൂസിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പെടുന്ന പാടൊട്ടുണ്ടായിരുന്നു. കാരണം അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച സൂര്യകാന്തി പാടം കാണാൻ പോവാന്ന് പറഞ്ഞ് പറ്റിച്ച ഫാമിലി ഗ്രൂപ്പിലും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ വാപ്പച്ചി ഇതേ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാണേ, അവർക്ക് കാണിച്ചും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം സൂര്യകാന്തി പാടം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളൊന്നും ഒഴിവ് കിട്ടിയില്ല. സോ നമ്മൾ പോയില്ല കേട്ടോ. അത് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ പോവും. ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് നമ്മുടെ നാട്ടുകാരൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല തോന്നുന്നു കേട്ടോ. കാരണം അധികം തിരക്കില്ലെങ്കിലും ആളുകളൊക്കെ വരുന്നുണ്ട്. പുറം നാടുകളിലെ ആളുകളെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബാക്കിലുണ്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങളും കാച്ചി ഒരു ഫോട്ടോ. വളരെ കുറച്ച് സന്ദർശകരും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും അധികം ആളുകളില്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ജമന്തിപ്പാടത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു അടിപൊളി മീൻകുളവും ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ടാണേ.
അങ്ങനെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 6 മണിയായിട്ടോ. സന്ധ്യ ആവാറായിട്ടും ഇവിടെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. ഞങ്ങളിതേ തിരിച്ചു പോവാണ്. നമ്മൾ വന്ന വഴിയിലൂടെ അല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. ഞങ്ങള് വന്നതൊരു വഴിയും പോയത് മറ്റൊരു വഴിയുമാണേ. പോകുന്ന വഴിക്കുള്ള ചെടികളും മരങ്ങളും ഒക്കെ വാപ്പച്ചി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഞങ്ങൾ കാണാത്ത തരത്തിലുള്ള ചെടികളും ഔഷധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇരുവശം വഴികളിൽ. അപ്പോൾ വാപ്പച്ചിക്ക് അറിയാവുന്നതൊക്കെ വാപ്പച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പോവാണേ.